മോർണിംഗ്. തായ്ലൻഡിൻ്റെ അടുത്ത വ്ളോഗായ സാങ്ച്വറി ഓഫ് ട്രൂത്ത്, അതായത് ഒരിക്കലും പണി കഴിയാത്തൊരു അമ്പലമാണെന്നാണ് ഇത് പറയപ്പെടുന്നത്. എപ്പോൾ നോക്കിയാലും ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കും. പിന്നെ അതുമല്ല, അവിടെ സകല ദൈവങ്ങളും ഉള്ള ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഒരു 500 ബാത്താണ് നമുക്ക് ഒരാൾക്ക്, അതായത് നമ്മുടെ ഒരു 1500 താഴെ വരും ഇന്ത്യൻ റുപ്പി. അതാണ് നമ്മുടെ എൻട്രൻസ് ഫീ വരുന്നത്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഈ സാങ്ച്വറി ഓഫ് ട്രൂത്ത് കണ്ടിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. ഓക്കെ, ഇവിടെ നമ്മളപ്പോൾ ടിക്കറ്റ് കൗണ്ടർ എവിടെയാണെന്ന് നോക്കാം. ഇതാ അവിടെയാണ് കാണുന്നത് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് എടുക്കാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇതാ അങ്ങനെ മാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് മൃഗങ്ങളൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. വലിയ തിരക്കൊന്നുമില്ല. ഒരു ഗ്രൂപ്പ് മുമ്പിൽ പോയിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങളും ആ ഗ്രൂപ്പിൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ പോവാണ്. കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ. കുറച്ച് നടന്ന് അങ്ങോട്ട് എടുക്കുമ്പോഴാണ് കടൽ തീരത്തായിട്ടാണ് ഈ ക്ഷേത്രം വരുന്നത്. ഇതാ കണ്ടു തുടങ്ങി മക്കളെ ക്ഷേത്രത്തിൻ്റെ അടിപൊളി ദൃശ്യങ്ങൾ. ഞെട്ടിപ്പോയി ഞാൻ കണ്ടപ്പോൾ. ഇതാണ് നമ്മുടെ സാങ്ച്വറി ഓഫ് ട്രൂത്ത്. അപ്പോൾ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ അതിരാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങോട്ട് ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാനായിട്ട്. അധികം വെയിലാവണേലും മുന്നേ കംപ്ലീറ്റ് കാണണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റൂം ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കൊരു ടൈം കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ടൈം പീരീഡിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങാൻ നോക്കുക. ഓക്കെ, അതിൻ്റെ അടുത്തേക്ക് നടന്നെടുക്കും തോറും ഈ കിളികളുടെ ശബ്ദവും വെള്ളത്തിൻ്റെ കളകളാരവും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ താഴെ എന്തോ ആൾക്കാർ ഓരോന്ന് കളക്ട് ചെയ്യണ സംഭവം കണ്ടു. അത് എന്താണെന്ന് നോക്കാം. ഹെൽമെറ്റാണ് കേട്ടോ, സേഫ്റ്റി ഹെൽമെറ്റാണ്. എനിക്ക് തോന്നുന്നതേ നമ്മൾ അവിടെ ഈ പണി നടക്കുന്ന സ്ഥലമാണല്ലോ, അപ്പോൾ നമ്മൾ ഇത് ഹെൽമെറ്റ് വെച്ചിട്ടേ അങ്ങോട്ട് വിടുണ്ടാവുള്ളൂ. ഏകദേശം 1983 പണി തുടങ്ങിയതാണ് കേട്ടോ ഇത്. ഇപ്പം ഇത്ര വർഷമായിട്ടും ഇതിൻ്റെ പണി മുഴുവനായിട്ടില്ല എന്നുള്ളതാണ് കാര്യം. ഇപ്പം എന്തൊക്കെയാണ് അവിടെ നടക്കണതെന്ന് നമുക്ക് നേരിട്ട് കാണാം കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ക്ഷേത്ര കാഴ്ചയ്ക്ക് പുറമേ നമുക്ക് എൻ്റർടൈൻമെൻ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. സ്പീഡ് ബോട്ട് ഉണ്ട്, പിന്നെ ആന സവാരി, കുതിര സവാരി, ഇതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ നമ്മൾ ആ എൻട്രി ചെയ്യണതിന് മുമ്പ് കുറേ മൃഗങ്ങളെയൊക്കെ കണ്ടുല്ലോ, കുതിരകളും മാനുകളൊക്കെ ആയിട്ട്. അവരൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫീഡ് ചെയ്യാം കേട്ടോ. വാങ്ങിച്ചിട്ട് പൈസ കൊടുത്ത് അതിൻ്റെ ഫീഡ് വാങ്ങിച്ചിട്ട് ഫീഡ് ചെയ്യാനായിട്ട് പറ്റും. കടന്നു പോകുന്ന വഴിയിലുള്ള ഈ പാഴ്മരങ്ങൾ വരെ അവർ ഭംഗിയായിട്ട് ഇങ്ങനെ പല രൂപത്തിൽ കൊത്തി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് നമുക്ക് അവരുടെ കലാചാതുര്യം മനസ്സിലാക്കാൻ പറ്റും. കിടിലൻ കാഴ്ചകളൊക്കെ എടുക്കുകയാണ്. നമുക്കിനി മുന്നോട്ട് പോകാം അങ്ങോട്ട് കേട്ടോ. ഇവിടെ നമുക്ക് സേഫ്റ്റി ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോഴും ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് തലയിലേക്ക് വീഴുക എന്നൊന്നും അറിയില്ല. അപ്പോൾ അതിൻ്റെ പ്രിക്കോഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് എൻട്രി ചെയ്യണത്. അപ്പോൾ നമുക്ക് ഈ പ്രസിദ്ധമായ സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്താണെന്നുള്ളതും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ കാണാം. മെയിൻ വർക്കുകൾ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ, പണികൾ ചെയ്യുന്ന സ്ഥലമാണ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ലേഡീസാണ് ഇവിടെ ഈ മരപ്പണി ചെയ്യണത്. നിങ്ങൾ ശ്രദ്ധിച്ചോണ്ടോ, ഈ ഇരിക്കുന്നതൊക്കെ ലേഡീസാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെൻസ് ആയിരിക്കും കൂടുതൽ ഇങ്ങനെയുള്ള പണികൾ, സ്ത്രീകൾ ചെയ്യുന്നേ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഇവിടെ നേരെ വിപരീതമാണ്. സ്ത്രീകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ജോലിയിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ഈ പണികൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ ആളുകൾക്ക് എത്ര കഴിവുണ്ട് എന്നുള്ളത്. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര അതിശയം തോന്നണം. എങ്ങനെയാണ് ഇതിങ്ങനെ ഈ ഒരൊറ്റ തടിയിൽ ഇങ്ങനെ ഈ വർക്കുകൾ ചെയ്തത് ഇങ്ങനെ വച്ചിരിക്കണേന്ന് കാണുമ്പോൾ ചിന്തിക്കാൻ പോലും വയ്യാത്ത അത്രയും അമേസിങ് തന്നെയാണ്, ഒന്നും പറയാനില്ല. ഈ ചിത്രത്തിലൂടെ എത്ര കണ്ട് അത് മറ്റുള്ളവരിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് നേരിട്ട് കാണുക എന്ന് പറയണത് തന്നെ ഒരു വല്ലാത്ത അനുഭവം തന്നെയാണ്. കണ്ടോ, ലേഡീസ് ഇരുന്ന് ജോലി ചെയ്യണ കണ്ടു. അതിശയമായിട്ടുണ്ട് അല്ലേ. എന്തായാലും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം എന്ന് പറയണത്, ഇവർ കംപ്ലീറ്റ് ഈ ഒരു യന്ത്ര സാമഗ്രികളും ഇല്ലാതെ കൈപ്പണി കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കണമെന്നുള്ളതാണ് അതിശയിപ്പിക്കുന്ന ഒരു കാര്യം കേട്ടോ.
നമുക്കിത് കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഒരു ചെറിയ വർക്ക് തന്നെ എത്ര മാസങ്ങൾ കൊണ്ടാണ് അവർ ഫിനിഷ് ചെയ്യണത് എന്നുള്ളത് അത് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കല്ലുകൊണ്ട് വിസ്മയം തീർത്ത ഒരുപാട് ക്ഷേത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കാണും. പക്ഷേ എന്നാൽ ഈ തടി കൊണ്ട് ഇങ്ങനെ വിസ്മയ കാഴ്ചകൾ ഒരുക്കിയിട്ടുള്ളത് നമുക്ക് ഈ തായ്ലൻഡിൽ വന്ന് തന്നെ കാണേണ്ടി വരും കേട്ടോ. ഒരു ഭയങ്കര അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. കണ്ടോ, കിട്ടില്ലം കാഴ്ചയല്ലേ, ഒന്നും പറയാനില്ല. ഇത് കംപ്ലീറ്റ് തടി മാത്രം ഉപയോഗിച്ചിട്ടാണ്, വേറൊരു മെറ്റീരിയലും ഉപയോഗിക്കാതെയാണ് ഇത് പണിതിട്ടുള്ളത്. ഈ ശില്പമൊക്കെ കണ്ടു, എന്ത് ഭംഗിയിലാണ് ഈ തടി കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി മിനുസപ്പെടുത്തി വെച്ചിട്ടുള്ളത്. എന്തായാലും ഇത് നേരിട്ട് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ നമുക്കിനി ക്ഷേത്രത്തിൻ്റെ അകത്തിനി എന്തൊക്കെയാണ് നമ്മളെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളിൽ നിന്ന് പോയി നോക്കാം. കടൽ തീരമായതുകൊണ്ട് നിറച്ച് മണലാണ് കേട്ടോ. ഇവിടെ നമ്മൾ ചവിട്ടി നടക്കുന്ന ഭാഗം മുഴുവൻ നിറച്ച് മണലാണ്. ഇതിൻ്റെ എൻട്രൻസ് അപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് പോവാം. ഇതാ കണ്ടോ, ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തേക്ക് പോവാം, കടന്നു പോവാം. അങ്ങോട്ട് കടന്നു പോണ വഴിയിൽ കണ്ടു അതേ കുതിരസവാരി ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഞാൻ കണ്ടു കടലാണ് കാണുന്നത്. കടലിൻ്റെ കാഴ്ചകളാണ്, കടലിങ്ങനെ കയറി കിടക്കുകയാണ്. ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോവാം. അപ്പോൾ ഇതാ അവിടെ നിന്നതേ ആന സവാരി പോകുന്നുണ്ട്. ഫോറിനേഴ്സിനെയൊക്കെ കൊണ്ട് ആനയുടെ പുറത്ത് ആൾക്കാർ ഇത് ഫുള്ളും നടന്ന് കാണാനുള്ള ബുദ്ധിമുട്ട്. അതുമാത്രമല്ല, ആനയുടെ പുറത്തൊന്ന് കയറി യാത്ര ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ അതങ്ങനെ കുറച്ച് പേര് പോകുന്നുണ്ട്. പിന്നെ ഇവിടെ അതിശയിപ്പിക്കുന്ന വേറൊരു കാര്യമാണ് കേട്ടോ ഇനി കാണാൻ പോണത്. ഈ വയ്യാത്ത ആൾക്കാർ, സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടെ തടി കൊണ്ടുള്ള ഒരു ലിഫ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ തടി കൊണ്ടുള്ള ലിഫ്റ്റ്? അതാതെ ഇവിടെ കാണുന്നതാണ്, നേരെ കാണുന്നതാണ് തടി കൊണ്ടുള്ള ലിഫ്റ്റ് കേട്ടോ. ഇവിടെ അത്രയും വയ്യാത്ത ആൾക്കാർക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ ലിഫ്റ്റിൽ മുകളിലേക്ക് കൊണ്ടുപോകും. ഇനിയിപ്പോൾ കാഴ്ച കാണാതെ പോവേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ വയ്യാത്ത ആൾക്കാർക്ക് വന്നാൽ ഈ ഭാഗത്ത് വരിക, ലിഫ്റ്റ് കയറുക, മുകളിലേക്ക് പോവുക. ഓക്കെ, കണ്ടിട്ടും മതിയാവാത്ത കാഴ്ചകളാണ് കേട്ടോ ഇവിടെ ഉള്ളത് മുഴുവൻ. ഓരോന്നിങ്ങനെ കാണുമ്പോഴും അതിലിങ്ങനെ കുറേ സമയം നോക്കി നിൽക്കാനാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്കിനി കൂടുതൽ സമയം കളയാനില്ല, അകത്തേക്ക് പോവാം. അകത്തെ കാഴ്ചകളും കൂടി ഒന്ന് കാണാം എന്താണെന്നുള്ളതൊക്കെ. ഇവിടുത്തെ ഓരോ ശില്പങ്ങൾക്കും ഓരോ കഥകൾ പറയാനുണ്ടാവും കേട്ടോ. ഒരുപാട് കഥകൾ നിറഞ്ഞിട്ടുള്ള ശില്പങ്ങളുടെ സമുച്ചയം തന്നെയാണ് ഈ ക്ഷേത്രം. നമുക്കപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ കുറച്ച് ചരിത്രങ്ങൾ എന്താണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. അതെന്താണെന്നുള്ളത് പറയാം കേട്ടോ. നമ്മുടെ ഈ തായ്ലൻഡിലെ പട്ടായയിലുള്ള ലോകപ്രശസ്തമായ ഒരു തടി ക്ഷേത്ര സമുച്ചയം തന്നെയാണ് ഈ സാങ്ച്വറി ഓഫ് ട്രൂത്ത്. പൂർണ്ണമായും തേക്ക് മരത്തിൽ നിർമ്മിച്ച ഈ കെട്ടിടം ബുദ്ധ, ഹിന്ദു തത്വശാസ്ത്രങ്ങളും പുരാണങ്ങളും ഒക്കെ പ്രതിഫലിപ്പിക്കുന്ന ശില്പകലയ്ക്ക് പേര് കേട്ടതാണ്. പ്രമുഖ തായ് വ്യവസായിയായ ലെക് വിരിയഫൻ്റ് ആശയവിഭാവനം ചെയ്ത ഈ കൂറ്റൻ നിർമ്മിതി സമുദ്രതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സാംസ്കാരിക കേന്ദ്രം തന്നെയാണ്. തായ് പരമ്പരാഗത രീതിയിൽ ആണി ഉപയോഗിക്കാതെയാണ് ഇതിൻ്റെ മരഭാഗങ്ങളൊക്കെ യോജിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ഉയരം എത്രയാണെന്നറിയോ നിങ്ങൾക്ക്? 105 മീറ്റർ ഉയരമാണ് കേട്ടോ ഇതിനുള്ളത്. ഇവിടുത്തെ ശില്പകല എന്തൊക്കെയാണ് പ്രതിനിധീകരിക്കണേ എന്നുള്ളത് പറയാം കേട്ടോ. നമ്മുടെ ഈ ബുദ്ധമതത്തിൻ്റെയും ഹിന്ദുമതത്തിൻ്റെയും ഒക്കെ ആശയങ്ങൾ പ്രമേയമാക്കിയിട്ട് പ്രപഞ്ചം, മനുഷ്യൻ്റെ ഉത്ഭവങ്ങൾ, മര്യാദ, ഇതിനെയൊക്കെ പ്രതിനിധീകരിക്കുന്ന ശില്പങ്ങളാണ് ഇതിനകത്ത് മൊത്തത്തിലുള്ളത്. ക്ഷേത്രം എന്നൊക്കെയാണ് ഇതിനെ പറയണമെന്നുണ്ടെങ്കിലും ഇതൊരു മ്യൂസിയം പോലെയാണ് കേട്ടോ പ്രവർത്തിക്കുന്നത്. ഇവിടെ സന്ദർശകർക്ക് യോഗ, ആനസവാരി, ബോട്ടിങ് ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇത് കാണാൻ വരുന്നവർ രാവിലെ 8 മണി തൊട്ട് 6 മണി വരെയാണ് ഇതിൻ്റെ സമയം കേട്ടോ. അപ്പോൾ ആ സമയം നോക്കിയിട്ട് വേണം ഇവിടെ വരാനായിട്ട്. ഒരു ഫുൾ ഡേ എടുക്കുന്നതാണ് എനിക്ക് തോന്നണമെങ്കിലാണ് നമുക്ക് നല്ല രീതിയിലെല്ലാം കുറേ സമയം എടുത്തിട്ട് എല്ലാം കണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇതൊരു ക്ഷേത്ര സമുച്ചയമായ കാരണം വരുന്നവർ ക്ഷേത്രത്തിന് അനുയോജ്യമായുള്ള ഒരു ഡ്രസ്സുകളൊക്കെ ഇട്ട് വരുന്നതായിരിക്കും എന്തായാലും നല്ലത്. ഇതിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് വരുന്നത് നമ്മുടെ വടക്കൻ പട്ടായയിലെ സോയ്നക്ലുവ 12 അതിലാണ് ഇത് കറക്റ്റായിട്ട് സ്ഥിതി ചെയ്യുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ടെമ്പിൾ എന്ന് തന്നെ പറയാം. ഇവിടെ എല്ലാ മതവിശ്വാസികളുടെയും സങ്കല്പത്തിനനുസരിച്ച് അവരവരുടേതായ ദൈവങ്ങളുടെ ചിത്രങ്ങളാണ് നമുക്കിവിടെ മുഴുവനായിട്ട് കാണാൻ സാധിക്കും.
അപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു തണുപ്പൊക്കെയാണ് കേട്ടോ. ഫുള്ളായിട്ട് വുഡണാണ് ഇതിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ, എല്ലാ കാര്യങ്ങളും നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഓരോരോ ഭാഗങ്ങൾ വീണ്ടും മെയിൻ്റനൻസ് കേട് വന്നിട്ടല്ല, കേട് വരാതെ തന്നെ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഓരോരോ ഭാഗങ്ങളും ഇങ്ങനെ അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പണിയാണ് ഇതിൻ്റെ ഉള്ളിലും പുറത്തുമായിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീച്ച് കാണാം, ഉണ്ടല്ലോ അല്ലേ. ബീച്ച് കയറി കിടക്കുന്നതാണ് കാണുന്നത് ഈ ഭാഗത്തേക്ക്. അപ്പോൾ ഈ ഉപ്പ് രസത്തിൻ്റെ അടിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട് ഈ വുഡണൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കംപ്ലൈൻറ്റ് വരുമ്പോൾ ഇതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അതിൻ്റെ ടാറ്റിക്സ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോവാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം വായിച്ച് മനസ്സിലാക്കാം. ഇത് ഗോഡ് ഓഫ് ഫയർ, പിന്നെ ഗോഡ് ഓഫ് വാട്ടർ, എല്ലാ ശില്പത്തിൻ്റെയും താഴെയായിട്ട് ഇങ്ങനെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതെന്തിനെയാണ് പ്രതിപാദിക്കുന്നുള്ളത്. അപ്പം നമുക്ക് ആർക്ക് വന്നാലും അത് വായിച്ച് മനസ്സിലാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. ഗോഡ് ഓഫ് എർത്ത്, നമ്മളിവിടെ ഭൂമി ദേവി എന്ന് പറയില്ലേ, ആ ഒരു ദൈവത്തിനെയാണ് ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത് കേട്ടോ. ഏകദേശം 2050 ഇതിൻ്റെ പണി പൂർത്തീകരിക്കണം എന്നാണ് ഇവർ ലക്ഷ്യമിട്ടിട്ടുള്ളത് കേട്ടോ. അറിയില്ല എങ്ങനെയാണ് അത് പൂർത്തിയാവോ ഇല്ല എന്നുള്ളത്. നോക്കാം നമുക്ക്. ഇനിയുള്ള കാഴ്ചകളൊക്കെ കാണാനുള്ളതാണ് കേട്ടോ, കണ്ട് മനസ്സിലാക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും ഇനി പറയുന്നില്ല. നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നല്ല രീതിയിൽ ആസ്വദിക്കുക.
സാങ്ച്വറി ഓഫ് ട്രൂത്തിൻ്റെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിപ്പോൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഇവിടെ ആന ഒരെണ്ണം റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. സവാരിക്ക് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുകയാണ്. നമുക്കിനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പതുക്കെ നീങ്ങാൻ നോക്കാം. അപ്പോൾ ഇവിടെ ചുറ്റിലും കാണുന്ന ഒരു കാഴ്ച നല്ല രസമാണ് കേട്ടോ. ഇവിടെ പുറത്തിറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനായിട്ട് ഡ്രിങ്ക്സ് അതുപോലെ സ്നാക്സ് അതൊക്കെ നമുക്കിവിടെ കിട്ടും. അപ്പോൾ എന്തായാലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്ക് നല്ല വിശപ്പുണ്ടാവും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് മെല്ലെ നമുക്ക് ഇവിടെ നിന്ന് തിരിക്കാം. ഇവിടെ കണ്ടോ, പോകുന്ന വഴിയിൽ തന്നെ നടരാജൻ്റെ ഒരു രൂപമാണ് ഇരിക്കുന്നത് കുത്തി വെച്ചിട്ടുള്ളത്. പാഴ്മരങ്ങൾ പോലും വെറുതെ വിട്ടിട്ടില്ല എന്നുള്ളതാണ്. കണ്ടോ, അതിങ്ങനെ വെറുതെ ഇങ്ങനെ നല്ല ഭംഗിയിലെ ശില്പങ്ങളായിട്ട് കുത്തി ഇങ്ങനെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്, ആനയുടെ രൂപങ്ങളും ഒക്കെ ആയിട്ട്. എന്തായാലും ഇതിൻ്റെ ആംബിയൻസ് അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ഈ സാങ്ച്വറി ഓഫ് ട്രൂത്ത് പട്ടായ. അപ്പോൾ തിരിച്ചു പോകാനുള്ള ടാക്സിയൊക്കെ നമുക്ക് ഇവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. നമുക്കപ്പോൾ മെല്ലെ എക്സിറ്റ് ചെയ്യാം. നമുക്ക് ഗ്രാബ് ആപ്പിലാണ് നമ്മൾ ടാക്സിയൊക്കെ വിളിക്കുന്നത്. അപ്പോൾ പുറത്തിറങ്ങിയിട്ട് നമുക്ക് ടാക്സി വിളിച്ചിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നീങ്ങാം. ഇനിയിപ്പോൾ ആകെ വയ്യാതെ ആയില്ലേ. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ഒരു ഉണർവൊക്കെ കിട്ടാനായിട്ട് നമുക്കൊരു ഷോപ്പിംഗ് മഹാമഹം തന്നെ നടത്താം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടെർമിനൽ 21 എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു മാളിലേക്ക് തന്നെയാണ് കേട്ടോ അടുത്ത യാത്ര പോകുന്നത്. അപ്പോൾ എല്ലാവരും ആ മാളിൻ്റെ വിശേഷങ്ങൾക്കായിട്ട് അടുത്ത എപ്പിസോഡ് മറക്കാതെ കാണുക. കൂടുതൽ വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഈ ശ്രീഭദ്ര വ്ളോഗ്സ് എന്ന് പറയുന്ന ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക്